ടി.പി. ചന്ദ്രശേഖരനെ കൊന്ന ആ കറ അറേബ്യയിലെ സുഗന്ധദ്രവ്യങ്ങളെന്ന് ലേഡി മാക്ബത്ത് പറഞ്ഞതുപോലെ എത്ര സുഗന്ധദ്രവ്യം പുരട്ടിയാലും ചന്ദ്രശേഖരന്റെ മണം പോവും. CMP-ക്കാരെ എത്ര പേരെ കൊന്നു? ചന്ദ്രശേഖരനെ കൊന്ന അതേ മാതൃകയിലാണ് പ്രവീൺ ദാസിനെ 2003 കടക്കൽ വെച്ച് കൊല്ലുന്നു. അദ്ദേഹത്തിന്റെ മകൻ ഇപ്പൊ BA പാസ്സായി, അന്ന് 1 വയസ്സാണ്. സിന്ധു ജോലി ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വേണുഗോപാലൻ നായർ കാഞ്ഞങ്ങാട് കണ്ണ് കുത്തി പൊട്ടിക്കുകയാണ് ചെയ്തത്. അതും കൊന്ന ദിവസം മാത്രമല്ല, അതിന് മുമ്പ് ഒരു മരത്തിന്റെ മുകളിൽ പിടിച്ച് കെട്ടിയിട്ട് അടിയിൽ തീയിട്ട് 2 ശരീരത്തിന് ഒരു കഷ്ണം ഇറച്ചി കുത്തിയെടുത്ത്. ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ്. അതുപോലെ 87 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചിത്രപ്പുഴ വിജയൻ അയാൾ വീട്ടിലിരുന്ന അന്നത്തെ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം വരയ്ക്കുക, വീട്ടിൽ കയറിയാണ് കുത്തിക്കൊണ്ട്. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ അനുഭവിച്ചതല്ലേ. മറുഭാഗത്ത് കൂത്തുപറമ്പില് 5 ആൾ മരിച്ചു, പുഷ്പനും കൂടെ ആയപ്പോൾ 6 ആളായി. അപ്പൊ എത്രയോ മനുഷ്യരെ മരിച്ചു. വീടുകൾക്ക് തീ വെച്ചു, ആശുപത്രികൾക്ക് തീ വെച്ചു. ഈ പറയുന്ന പരിയാരം കോളേജിൽ തന്നെ വണ്ടികൾക്ക് തീ വെച്ചു. ആയുർവേദ ആശുപത്രിയിൽ സാധാരണ അറിയാലോ, വാത ചികിത്സയൊക്കെയാണല്ലോ അവിടെ. വാദം പിടിച്ചു കിടന്ന രോഗികളൊക്കെ എണീറ്റ് ഓടേണ്ടി വന്നില്ലേ? എങ്ങനെ അവരവിടെ നിന്ന് രക്ഷപ്പെട്ടു? ഓടാൻ പറ്റുമോ? അവിടെ CPM നേതാവിന്റെ അമ്മ പറശ്ശിനിക്കടവിലെ പ്രമുഖ CPM നേതാവിന്റെ പേര് പറയുന്നില്ല, എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് അവര്. അപ്പൊ ആ തരത്തിൽ. അതുപോലെ MVRന്റെ മകള്, അവരുടെ അമ്മ, മരുമകന്റെ അമ്മ, അവർക്ക് 10-15 ഏക്കർ സ്ഥലമുള്ള ഒരു പഴയ വീട്ടുകാരൻ, അവരാ നാട് വിട്ടു. എന്നിട്ട് കണ്ണൂർ ടൗണിൽ വന്ന് താമസിക്കേണ്ടി വന്നു. MVR പാപ്പിനിശ്ശേരിയിൽ നിന്ന് കണ്ണൂർ ടൗണിൽ വന്ന് താമസിക്കേണ്ടി വന്നു. ഇതൊക്കെ എന്തിനു ചെയ്തു? എന്തിനായിരുന്നു ഇതൊക്കെ കാണിച്ചു കൂട്ടിയത്? അപ്പൊ CPM എന്ന് പറഞ്ഞൊരു പാർട്ടിക്ക് ദേഷ്യം വന്നാൽ അവരെന്ത് ചെയ്യും? പക്ഷെ എന്താ സംഭവിച്ചത്? ഇന്ത്യയിൽ ഇപ്പൊ ഇവിടെ കൂടെയല്ലേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് തോന്നും നമ്മുടെ ശത്രുക്കളായി മാറും എന്ന് കരുതുന്ന ശിശുക്കളെ കൊന്നാൽ എല്ലാ പ്രശ്നവും തീരും. പക്ഷെ ആ ശിശുകത്തിക്ക് വേണ്ടി കൊടുക്കേണ്ട വില ഭയങ്കരമാണ്.